എന്താണ് മുമ്പാരി, എന്താണ് പരിപാടി? ഞാനൊരു ഹൈവേയിലാണ്. ഇത്ര രാവിലെ പണിക്ക് പോവാറില്ലേ? ഗിറുക്കന്മാരൊക്കെ പോണ നോക്കി. ഇത്ര രാവിലെ ഞാൻ പണിക്ക് പോവാറില്ലേ? എന്ത് തിരക്കാണ് രാവിലെ. ചേച്ചാ പൊന്നോ, എനിക്ക് ഈ ലൈനിന്നില്ലേ, ഈ ബൈക്കാര് പോണ ലൈനിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇതെന്താ ആൾക്കാർ നോക്കി റോക്കറ്റ് ഇട്ടല്ലേ ഇറങ്ങിക്കാൻ അപ്പൊ പോയത്. ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയത്, പക്ഷെ ഷോ പോയി. ഞാൻ പറയാൻ വേണ്ടി വന്നത്, സിംഗപ്പൂർ ഉണ്ടല്ലോ, ഈ പുറത്തുനിന്ന് വന്ന ആൾക്കാരില്ലേ, അതായത് പണിക്ക് വേണ്ടി ഇതേപോലത്തെ വണ്ടികളിൽ കൊണ്ടുപോകണം. അതായത് ഇതേപോലത്തെ ബാക്കിൽ ഓപ്പൺ ആയ ട്രക്കിലാണ് ഈ ആൾക്കാർ പണിക്ക് കൊണ്ടുപോകണ. അത് ഭയങ്കര ഒരു സേഫ്റ്റി കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കാരണം അവർക്ക് മര്യാദക്കുള്ള ഒരു പ്രോപ്പർ ട്രാൻസ്പോർട്ടേഷൻ പോലും ആ കമ്പനിക്കാർ റെഡിയാക്കാൻ ഇഷ്ടം പോലെ കാണണ്ട. ഞാൻ കാണിച്ചത് ഇപ്പൊ ഞാൻ ഈ ലൈനിൽ കയറി, ഇവരിയ്ക്കണണ്ട, ഇതിന്റെ പുറകിലുള്ള വണ്ടിയിൽ ഇരിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ അതെ, ഇതേപോലത്തെ വണ്ടിയുടെ ബാക്കിൽ എല്ലാത്തിലും ഇതേപോലത്തെ വണ്ടിയൊക്കെ ഉണ്ട്. അപ്പുറത്തെ വണ്ടി ഉണ്ട്, അതൊക്കെ ആൾക്കാരെ കൊണ്ടുപോകാനുള്ള വണ്ടിയാണ്. ഇതൊക്കെ കണ്ട ആൾക്കാരെ കൊണ്ടുപോകാനുള്ള വണ്ടിയെ ഓപ്പൺ ആയിട്ട് ഈ വണ്ടിയൊക്കെ ഉണ്ട്. അതായത് ചൈനക്കാര്, ഇന്ത്യക്കാര്, പിന്നെ ഇവിടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് അടുത്തുള്ള എല്ലാ അത്ര പണക്കാരല്ലാത്ത കൺട്രികളിലെ ആൾക്കാര്, അങ്ങനെ ഇതൊക്കെ എല്ലാം അവരെ കൊണ്ടുള്ള വണ്ടിയുണ്ട്. അവർക്ക് മര്യാദക്ക് ട്രാൻസ്പോർട്ടേഷൻ പോലും ഇവര് സെറ്റാക്കി കൊടുക്കണില്ല എന്നുള്ളതാണ് സത്യം. ഒട്ടും സേഫ്റ്റി ഇല്ലാണ്ട് വെറുതെ നമ്മുടെ നാട്ടിലൊക്കെ പശുക്കളെ കൊണ്ടുപോകണ പോലെയാണ് ഇവർ കൊണ്ടുപോകണം. കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. സങ്കടം എന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് സേഫ്റ്റി ഉണ്ടാകാം, പക്ഷെ കമ്പനികൾ ഇത് അറേഞ്ച് ചെയ്യണ്ടേ. അവർക്ക് ഭയങ്കര ഭയങ്കര ഒരു സങ്കടമുള്ളൊരു കാര്യം.